പരിശുദ്ധ ദൈവമാതാവിന്റെ വിമല ഹൃദയ പ്രതിഷ്ഠ. 29-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എൻ്റെ മാതൃഹൃദയത്തിന് സ്വയം സമർപ്പിച്ച എല്ലാ ആത്മാക്കൾക്കും സ്വർഗീയ കൃപകൾ ലഭിക്കാൻ അർഹതയുണ്ട്. കൃപകൾക്ക് പരിധി വെച്ചിട്ടില്ല. നിങ്ങൾ എൻ്റെ മഹാവിജയത്തിന്റെ പൂർത്തീകരണമാണ്. നിത്യരക്ഷയുടെ ദാനങ്ങളാണ് ഞാൻ നൽകുന്നത്. ആത്യന്തികമായി നിങ്ങൾ എൻ്റെ പുത്രൻ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സാക്ഷികളാണ്. മകന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും പ്രത്യക്ഷീകരണങ്ങളാണ്. വിമല ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുകാരും വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരുമാണ്. നിങ്ങൾ മുഴുമനസ്സോടെ ചെയ്യേണ്ട കാര്യം ഇതാണ്: എൻ്റെ മകന്റെ പ്രകാശം കൂടുതൽ ആദരിക്കപ്പെടണം. ഈ ലോകത്തിൽ കൂടുതൽ സ്നേഹിക്കപ്പെടണം. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. വഴികാട്ടി. ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാഥ അത്ഭുതപൂർവമായി പ്രകാശിക്കുന്നുണ്ട്. കരുണയിലും ശക്തിയിലും കൃപയിലും. നിർഭാഗ്യപാപികളെ സ്നേഹപൂർവം സ്വീകരിച്ച് മടക്കിക്കൊണ്ടുവരാനും മാനസാന്തരവും സമർപ്പണവും നവീകരണവും പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് നൽകാനും അമ്മ കരുണയോടെ വരുന്നു. ദൈവത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന സാത്താനെ തോൽപ്പിക്കാൻ ഒരു വലിയ സേനയെ തന്നെ മറിയം വിന്യസിക്കുന്നുണ്ട്. കൃപയുടെ പ്രകാശവുമായി അമ്മ വരുന്നുണ്ട്. തന്റെ യോദ്ധാക്കൾക്ക് മനഃശക്തി നൽകാൻ, തിന്മയ്ക്കെതിരായ യുദ്ധം നയിക്കാൻ അമ്മ വരുന്നു. കാരണം സാത്താൻ വിശുദ്ധിയിലേക്കുള്ള വഴികളിലെല്ലാം കെണികൾ ഒരുക്കുന്നു, വിശുദ്ധരെ പീഡിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. ഈ യുദ്ധം മറിയവും സാത്താനും തമ്മിലാണ്. തിന്മയുടെ തല അവൾ കാൽ കീഴിലാക്കി ചവിട്ടി തകർക്കും. ഈ അവസാന യുദ്ധത്തിലാണ് നാമും പങ്കുചേരുന്നത്. അമ്മയെ നമ്മുടെ രാജ്ഞിയായി പ്രഖ്യാപിക്കാൻ നാം ഒന്നുചേരുന്നു. ഈ മഹാവിജയം ആരംഭിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഇത്രയും നാൾ ഉറങ്ങിക്കിടന്നിരുന്ന ഹൃദയത്തിൽ മാതൃവിജയം ഇപ്പോൾ ഉണർന്നു കഴിഞ്ഞല്ലോ. പ്രവൃത്തിപദം. നമ്മുടെ സമർപ്പണമാണ് അമ്മയെ ലോകത്തിന് പ്രസിദ്ധപ്പെടുത്തി കൊടുക്കുന്നത്. എല്ലാവരിലേക്കും അമ്മയുടെ കൃപ എത്തിക്കുന്നതിനാണ് ഈ മാർഗം. അമ്മയുടെ വിജയത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ നാം സത്യത്തിന്റെ പ്രകാശകിരണങ്ങളാകണം. സാത്താൻ നയിക്കുന്ന യുദ്ധം അമ്മയുടെ മക്കൾക്ക് എതിരായി തന്നെയാണ്. സാത്താൻ അഹങ്കാരം മുഖേന നഷ്ടപ്പെടുത്തിയത് മറിയം എളിമയിലൂടെ നേടി. അനുസരണക്കേട് മുഖേന സാത്താൻ നഷ്ടപ്പെടുത്തിയത് പരിപൂർണ കീഴ്വഴക്കത്തിലൂടെയും സ്വാർത്ഥത ഉപേക്ഷിക്കലിലൂടെയും അമ്മ നേടിയെടുത്തു. ആദ്യ പാപം വഴി ദൈവം സൃഷ്ടിച്ച പറുദീസ നശിപ്പിക്കപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയമാകട്ടെ മക്കളെ രക്ഷിക്കാൻ വിശ്വസ്തയായ ഭൃത്യയെ പോലെ ശ്രമിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ലോകത്തിലെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടി അമ്മ നേടിയ ആത്മാക്കളെയെല്ലാം ഈ മക്കൾ സമർപ്പിക്കുന്നു. അവർ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നു. വെളിച്ചവും ഇരുട്ടും തമ്മിലാണ് യുദ്ധം. ഈ യുദ്ധത്തിന്റെ കെടുതികളാണ് നാം ഈ കാലഘട്ടത്തിൽ കാണുന്നതും അനുഭവിക്കുന്നതും. എളിമയുള്ള ആത്മാവ് അഹങ്കാരിയെ പരാജയപ്പെടുത്തുമെന്ന് നാം ഓർക്കുക. പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ, അമ്മയുടെ വിജയത്തിന്റെ മഹത്വം എന്നിലൂടെ പ്രകടമാക്കണമേ. ഈ യുദ്ധത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള യുദ്ധം ഒരിക്കലും ഇത്ര കഠിനമായിരുന്നിട്ടില്ലല്ലോ. സമർപ്പണം വഴി ഞാൻ എന്നെ പൂർണ്ണമായി മറന്ന് അങ്ങേക്ക് നൽകട്ടെ. യുദ്ധമുന്നണിയിൽ എന്നെ നിർത്തണമേ. പുണ്യങ്ങൾ എന്റെ ആയുധങ്ങളാകട്ടെ. സത്യമാകുന്ന പടവാൾ ഞാൻ കൈകളിലേന്തട്ടെ. അമ്മയുടെ മഹാവിജയത്തിന്റെ കൊടികീഴിൽ ഞങ്ങൾ യുദ്ധം ചെയ്യട്ടെ. വചനം പഠിപ്പിക്കുന്ന തത്വങ്ങളും ധാർമ്മിക നിയമങ്ങളും എന്റെ ഉറച്ച വിശ്വാസമാകട്ടെ. പ്രാർത്ഥന എനിക്ക് ശക്തമായ കോട്ടയാകട്ടെ. പ്രാർത്ഥനയിലൂടെ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ഞാൻ ഒന്നായിരിക്കട്ടെ. എനിക്ക് വരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കാനുള്ള ബലം നൽകി എന്റെ ആത്മാവിനെ ഉറപ്പിക്കണമേ. അമ്മയുടെ വിജയത്തിൽ ഞാൻ എന്നും ആഹ്ലാദിക്കാൻ ഇടയാകട്ടെ. വചനം. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 48 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും
അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികെ, തിരുസഭയ്ക്ക് സർവ്വസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ.